ഹലോ. ഡേ 3 വിസിറ്റ് ദുബായിലെ മിറക്കിൾ ഗാർഡനിലേക്കായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ഗാർഡനിലേക്കാട്ടോ ഇന്ന് ഞങ്ങൾ പോണേ. അപ്പോൾ എന്തായാലും ദുബായിൽ മിറാക്കിൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് എമിറേറ്റ്സ് സൈഡിലുള്ളവർക്ക് 70 ദിർഹംസും അല്ലാത്തവർക്ക് 100 ദിർഹംസും ആയിരുന്നു ടിക്കറ്റ് പ്രൈസ്. ഞങ്ങൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തതും ഞാൻ വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാട്ടോ നോക്കി നിന്നെ. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. ഇതൊരു ബ്യൂട്ടിഫുൾ മെമ്മറി തന്നെയായിരിക്കും. നിങ്ങൾ ദുബായിൽ വരാണെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പ്ലേസ് ആട്ടോ ഈ ദുബായിലെ മിറാക്കിൾ ഗാർഡൻ. ഇവിടെ ഒരു റിവർ ഗാർഡൻ തന്നെ കാണാനിടയായി. അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാവും ഇവരിവിടെ ഓരോ പൂക്കളായാലും സസ്യങ്ങളായാലും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടാവാം. മോനത് പിടിച്ച് നശിപ്പിക്കാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. ഞാൻ അവനവിടെ നിന്ന് വേഗം എടുത്തു. പിള്ളേർക്കൊക്കെ പറ്റി ഇവിടെ ആനിമൽസിന് ഇവർ പുല്ലുകൊണ്ടൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഏകദേശം ഒരു 250 മില്യൺ സസ്യങ്ങളും 50 മില്യൺ ഫ്ലവേഴ്സാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു എമിറേറ്റ്സിൻ്റെ ഒരു കൂറ്റൻ വിമാനം തന്നെ കാണാൻ സാധിച്ചു. 5 ലക്ഷം ഫ്ലവേഴ്സ് കൊണ്ടാണ് ഇവരിത് ഒരുക്കിയിട്ടുള്ളത്. അപ്പുറത്തെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മോനാണെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവനെന്തെങ്കിലും നല്ല സന്തോഷത്തിലാണ്, അവനെന്തെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ചും കൂടി ഇരുട്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. 2013 ഒരു വാലന്റൈൻസ് ഡേ അന്നാട്ടോ ഈ ഉദ്യാനം ആരംഭിച്ചത് തന്നെ. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഇവിടെ അതിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്തൊരു രസമായിരുന്നു എന്നറിയോ കാണാനായിട്ട്. ഞാൻ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. മോനാണെങ്കിൽ ഇതുവരെ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം മോനെ ഇവിടെ നടത്തി പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ നടക്കാൻ നല്ല പേടിയാണ്. കൈ പിടിച്ചാണെങ്കിൽ പെട്ടെന്ന് നടക്കും, ഒറ്റയ്ക്ക് നടക്കാൻ അവന് പേടിയായിരുന്നു. എന്തായാലും ഇന്നത്തെ ഡേ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.